നമസ്കാരം. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് 27 നക്ഷത്രങ്ങളിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാർക്ക് ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങിയിട്ട് ചെറിയ പ്രവർത്തനങ്ങളിൽ കാരണം ഇവർ നല്ല നക്ഷത്രക്കാരൊക്കെ ആണെങ്കിലും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി വലിയ നിലയിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ആകർഷകമായിട്ടുള്ള മുഖഭാവം, പെരുമാറ്റ രീതി ഇതൊക്കെ ഇവർക്കുണ്ടാകാം. എങ്കിലും എപ്പോഴും മനസ്വസ്ഥത കുറഞ്ഞിരിക്കുന്ന, മനസ്വസ്ഥതയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. വിമർശന ബുദ്ധിയോടെ ആയിരിക്കും ഇവരെന്തിനേയും സമീപിക്കുക. അന്യരുടെ പോരായ്മകളൊക്കെ കണ്ടുപിടിച്ച് അത് പ്രകടിപ്പിക്കുക, അത് പറഞ്ഞ് അറിയിക്കുക അവരെ. അതൊക്കെയാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ശത്രുക്കളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തോന്നുന്ന കാര്യങ്ങളും രീതികളും അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും അവരുടെ രീതി. നേരത്തെ ഇന്നത് രീതിയിലായിരിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമല്ല. അപ്പോൾ എന്ത് തോന്നുന്നുള്ള രീതിയായിരിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനും പണമിടപാടുകളിൽ വരവ് നോക്കാതെ ചെലവ് ചെയ്യാനും ഒക്കെ ഇവർക്ക് താല്പര്യരായിരിക്കും. തൊഴിലുകളിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ കുറച്ചു കാലം അതിൽ ഉറച്ചു നിൽക്കും, പിന്നെ അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് മാറുന്നൊരു രീതി, സ്വഭാവം ഇവർക്കുണ്ട്. സ്ത്രീകളാണെങ്കിൽ, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ പൊതുവെ ശരീര സൗന്ദര്യവും ശുചിത്വവും ഭർത്താവിലും മാതാപിതാക്കളിലൊക്കെ ഭക്തിയും ബഹുമാനമൊക്കെ ഉള്ളവരായിരിക്കും ഇതിൽപ്പെട്ട സ്ത്രീകൾ. 65 വയസ്സിന് ശേഷം ഇവർക്ക് ഉയർച്ചയോ താഴ്ചയോ ഇല്ലാത്ത ഒരേ രീതിയിലുള്ളൊരു ജീവിതമായിരിക്കും സാധാരണയായിട്ട് കണ്ടുവരുന്നത്. മകയിരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവവും അവരുടെ രീതികളും. മകയിര നക്ഷത്രക്കാർ സ്വഭാവങ്ങൾ പറയുമ്പോൾ ആരും ചീത്ത പറയാൻ നിൽക്കരുത്. സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതികളുണ്ടാവും. ആ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന രീതികൾ പഠിച്ച് പറയുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ മകയിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെയേറെ സമയം വേണ്ടി വരുന്നതാണ്. പെട്ടെന്നൊന്നും ഒരു കാര്യത്തിന് മറുപടി ചോദിച്ചാൽ കിട്ടില്ല, ആലോചിച്ചുകൊണ്ടിരിക്കും ഇവർ. ഈ നക്ഷത്രക്കാർ സംശയ മനോഭാവത്തോടു കൂടി എന്തിനേയും കാണുന്നവരായിരിക്കും ഇവർ. മനസ്സ് എപ്പോഴും ആശങ്കാകുലമായിരിക്കും. ആരോടെങ്കിലും വിശ്വാസവും സ്നേഹവും ഒക്കെ തോന്നിയാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് മടിക്കുകയില്ല. ആരെങ്കിലും പറയുന്നതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനൊക്കെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരതനുസരിച്ച് പ്രവർത്തിക്കും. അതിൽ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അവർ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ സംഭവിക്കുകയും അതിലെ അവർക്ക് നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. വരവ് ചെലവ് നോക്കാതെയാണ് ഇവരുടെ സ്വഭാവങ്ങൾ. വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് നല്ല സാമ്പത്തിക ബാധ്യതകൾ ഇവർക്ക് വന്നു ചേരാറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ധാരാളം അനുഭവിക്കേണ്ടി വരുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ്. ഉറച്ച ഈശ്വരവിശ്വാസം, അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസവും എല്ലാം ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാനൊക്കെ ആയിട്ട് ഇവർക്ക് വഴിയൊരുക്കാൻ കഴിയുന്നതാണ്. മധ്യവയസ്സിന് ശേഷം ഇവർക്ക് ജീവിതത്തിലൊരു ഉറച്ച നിലപാടും ഒരു സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും മാറ്റം വരുന്നതാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മാന്യമായിട്ടും നല്ല പ്രസന്നമായ വാക്കും ഉള്ളവരായിരിക്കും. ആഭരണങ്ങളും വസ്ത്രങ്ങളിലൊക്കെ കൂടുതൽ അത് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ളതാണെങ്കിലും പൊതുവെ എപ്പോഴും ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഒക്കെ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും അവരുടെ ജീവിത രീതിയും. ഈ തിരുവാതിര നക്ഷത്രക്കാർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് അവരവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പൊതു കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ചില സ്വാർത്ഥത മൂലം അവരുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അവർ കൂടുതലും പ്രവർത്തിക്കുന്നത്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുമെങ്കിലും സ്വാർത്ഥതയായിരിക്കും അവർക്ക് കൂടുതലും ഉണ്ടാവുക. ലോകപരിചയവും പ്രായോഗിക ബുദ്ധിയും കർമ്മശേഷിയൊക്കെ ഇവർക്ക് നല്ലോണം ഉണ്ടാവും. കൂടുതൽ ആളുകളുമായിട്ട് അടുക്കാനൊന്നും ഇവർ തയ്യാറാകാറില്ല. പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ആളുകളാണ് ഇവർ. എങ്ങനെയെങ്കിലുമൊക്കെ പ്രശസ്തി ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ച് ഇവർ കൂടുതൽ ബുദ്ധിമുട്ടാറുണ്ട്. ചെറിയ കാര്യം കൊണ്ട് പോലും പിണങ്ങുകയും അകലുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവമാണ്. സുഹൃത്തുക്കളായിട്ടൊക്കെ പെട്ടെന്ന് ഏതെങ്കിലും കാര്യത്തിന് പിണങ്ങുന്നൊരു സ്വഭാവമൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതിൽ നിന്ന് മാത്രമല്ല, ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്നുള്ള ലാഭം, സാമ്പത്തിക ലാഭത്തെപ്പറ്റി ചിന്തിച്ചിട്ടായിരിക്കും അവരത് ചെയ്യുക. എന്ത് ചെയ്താൽ അതിൽ നിന്ന് ലാഭം കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. ധനാഭിവൃദ്ധിക്കായിട്ട്, അതായത് വരുമാനത്തിനും പണം കിട്ടാനൊക്കെ ആയിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കാനൊന്നും അവർക്ക് മടിയുണ്ടാവില്ല. വിവാഹ കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറവായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. ചിലവരുടെ വിവാഹം സമയത്ത് പോലും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ജീവിത പങ്കാളിയോട് ഇങ്ങനെ കർക്കശമായിട്ട് പെരുമാറുന്നൊരു സ്വഭാവമായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ തിരുവാതിര നക്ഷത്രക്കാരുടെ ദാമ്പത്യം ഡിവോഴ്സിലൊക്കെ കലാശിക്കാറുണ്ട്, വിവാഹമോചനത്തിലൊക്കെ വന്ന് കലാശിക്കാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹത്തിന് കാലതാമസം വരുന്നൊരു നക്ഷത്രക്കാരാണ്.
അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ധാരാളം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാരോട് താല്പര്യക്കുറവുണ്ടാവുക. കഫ പിത്ത പ്രകൃതിയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ രൂപം.